بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أشرف مولود صلى الله وسلم على سيدنا ومولانا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا هؤلاء قومنا اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم من رحمته ويهيئ لكم من أمركم مرفقا. صدق الله مولانا العظيم. خدمته بمديح أستقيل به ذنوب عمر مضى في الشعر والخدم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനികളെ, പരിശുദ്ധമായ റഹ്മത്തിൻ്റെ 10 ഏറ്റവും അവസാന സമയങ്ങളിലേക്ക് കടക്കുകയാണ്.
ഇന്ന് മഗ്രിബ് നിസ്കാരത്തോടുകൂടി മഗ്ഫിറത്തിൻ്റെ പത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിക്കാനിരിക്കുകയാണ്. റഹ്മത്തിൻ്റെ പത്ത് നമ്മെ വിട്ടുപിരിയുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ മൂന്നിൽ ഒരു ഭാഗം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ റമദാൻ ആഗതമായി അതിനെ സ്വീകരിക്കുകയും നല്ല അമലുകൾ ചെയ്ത് ധന്യമാക്കുകയും ആത്മീയമായ ആനന്ദത്തോടെ റമദാനിനെ യാത്രയാക്കുകയും ചെയ്യുന്നവർക്ക് വലിയ മഹത്വം പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഒരാളിലേക്ക് റമദാൻ കടന്നു വന്നു, ദഖല അലൈഹി റമദാൻ വതമ്മ റമദാനു ഖബ്ല അൻ യഗ്ഫിറല്ലാഹു ലഹു. അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കുന്നതിൻ്റെ മുമ്പ് റമദാൻ അങ്ങ് തീർന്നുപോയി എന്ന് പറഞ്ഞാൽ അല്ലാഹു കാരുണ്യത്തിൻ്റെ ദിനരാത്രങ്ങൾ നൽകി, മഗ്ഫിറത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തന്നു, സ്വർഗീയമായ വാതിലുകളെല്ലാം തുറന്ന് നരകത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ മോചിപ്പിക്കുകയും ചെയ്തു എന്നെല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് പോലും പരിശുദ്ധ റമദാനിനെ അർഹിക്കുന്ന ആദരവോടെ പരിഗണിക്കാൻ കഴിയാത്ത ഹതഭാഗ്യർ അവർക്ക് വളരെ നഷ്ടമാണ്, നിന്ദ്യമായ നിസ്സാരമായ അവസ്ഥയാണ് അവർക്കുള്ളത് എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ആ നഷ്ടം സംഭവിച്ച ആളുകളിൽ നമ്മളാരും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് റമദാൻ കൊണ്ട് വിജയിക്കാൻ കഴിയണം. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഈ പരിശുദ്ധ റമദാനിൻ്റെ ലക്ഷ്യം നമുക്ക് സംവിധാനിച്ചത് നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്താനും ലഅല്ലകും തത്തഖൂൻ തഖ്വയുള്ള ആളുകളായി തീരാൻ വേണ്ടിയുമാണ്. വൽആഖിബത്തു ലിൽമുത്തഖീൻ തഖ്വയുള്ള ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് സ്വർഗം സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോടെല്ലാവരോടും തഖ്വ കൊണ്ട് ആഹ്വാനം ചെയ്ത് പള്ളിയിൽ ജുമുഅക്ക് പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളോടും എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചയിലും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നത്. ഏത് സന്ദർഭത്തിലും മുഅ്മിനീങ്ങളോട് തഖ്വയുണ്ടായി തീരണം എന്ന് ഉത്ബോധിപ്പിക്കുന്നത് അത് സ്വർഗം നൽകാൻ വേണ്ടിയാണ്. നമ്മളിവിടെ മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവമാണ് പറഞ്ഞു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട 7 മഹാന്മാർ.
അവർ ദുനിയാവിനെ പരിത്യജിച്ചു, ഒഴിവാക്കി. അവരുടെ മാതാപിതാക്കളും കുടുംബക്കാരും നാട്ടുകാരും ഭരണാധികാരിയും കൂട്ടുകാരും മറ്റെല്ലാവരും വിഗ്രഹാരാധനയിലും അതുപോലെ മറ്റ് വേണ്ടാത്ത പ്രവർത്തനങ്ങളിലുമെല്ലാം ഏർപ്പെട്ടപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അല്ലാഹു തആല ഈമാൻ നിക്ഷേപിച്ചു. അവരെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവർ ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്. പക്ഷേ അവർ ഈമാനിന്റെ ശക്തി പ്രാപിച്ചു. അവരുടെ ഖൽബിൽ അല്ലാഹു തആല ഹിദായത്ത് നിറച്ചു. വസിദ്നാഹും ഹുദാ. ആ ഹിദായത്തിനെ അവർക്ക് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്താണ് കാരണം? അവർ ഈമാനിൽ ഉറച്ചു നിൽക്കുകയാണ്. അവർ അനുഭവിക്കേണ്ടി വന്നത് വലിയ പ്രയാസമാണ്. ധാരാളം പ്രയാസങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട്. കാരണം ഒരു രാജ്യത്തെ അടക്കി ഭരിക്കുന്ന ധിക്കാരിയായ സർവായുധ സമ്പന്നരായ വലിയ ഒരു രാജാവിന്റെ ആജ്ഞയാണ് അവിടെ നടക്കുന്ന വർഷത്തിൽ നടക്കുന്ന വലിയ ആഘോഷത്തിൽ എല്ലാവരും പങ്കെടുക്കണം, എന്നിട്ട് അവരുടെ ആരാധനകളിൽ പങ്കെടുക്കണം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു മുഅ്മിനായ മനുഷ്യന് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളിലെല്ലാം നിർബന്ധമായും പങ്കെടുക്കണം എന്ന് ആഹ്വാനം ചെയ്യുക. അത് അംഗീകരിക്കാത്ത ആളുകളെ കൊന്നുകളയുക. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർദ്ദേശം അനുസരിച്ച് ജീവിക്കുന്ന ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ അവർ ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ വലിയ പീഡനങ്ങളാണ് അവർക്ക് ഏൽക്കേണ്ടി വന്നത്. പരിശുദ്ധമായ ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുകയാണ് وَرَبَطْنَا عَلَى قُلُوبِهِمْ إِذْ قَامُوا فقالوا ربنا رب السماوات والأرض. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന ശക്തി എന്താണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവരെ വിശേഷിപ്പിക്കുന്നത് ഈമാനുള്ള ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അടിയുറച്ച വിശ്വാസമുള്ള ആളുകൾ അല്ലാഹ് എന്ന ചിന്തയിലായി അവർ നീങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന ശക്തി എങ്ങനെയാണ്? വറബത്നാ അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയത്തിന് മേൽ അല്ലാഹു തആല നല്ല ശക്തി നൽകുകയാണ്. അവരുടെ ഹൃദയത്തെ അല്ലാഹു ബന്ധിപ്പിക്കുകയാണ്. ആ ഈമാനിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹ് ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർളി ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹാ. അവർ രാജാവിന്റെ പ്രലോഭനങ്ങളിലും പീഡനങ്ങളിലും
അതുപോലെ ആക്രമണങ്ങളിലുമെല്ലാം വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അവര് പറയുകയാണ് ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്, ഞങ്ങളുടെ രക്ഷിതാവായ നാഥൻ ആകാശങ്ങളെയും ഭൂമിയെയും പരിപാലിക്കുന്ന റബ്ബാണ്, അല്ലാഹുവാണ്. ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹാ, ആ റബ്ബിനെ അല്ലാതെ വേറെ ഒരു ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കുകയില്ല, വേറെ ഒരു ഇലാഹിനെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയില്ല. അല്ലാഹുവിനെ മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. അഥവാ ഞങ്ങൾ നിങ്ങളുടെ പീഡനങ്ങളിലും പ്രയാസപ്പെടുത്തലിലും അതേ നിർബന്ധമായ രൂപത്തിൽ അവരോട് വിഗ്രഹാരാധനയിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും ചെല്ലാൻ പറയുമ്പോൾ അതിലെങ്ങാനും ഞങ്ങളങ്ങ് പെട്ടുപോയാൽ ലഖദ് ഖുൽനാ ഇദൻ ശതതാ, ആ സമയത്ത് ഞങ്ങൾ അതേ തെറ്റായ വാക്കുകൾ, ഒരു ന്യായവുമില്ലാത്ത, ഒരർത്ഥവുമില്ലാത്ത, ഒരു അടിസ്ഥാനവുമില്ലാത്ത അന്യായമായ വാക്കുകൾ പറഞ്ഞു പോയവരായി പോകും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞങ്ങൾ ഈ പ്രലോഭനങ്ങളിലും പ്രകോപനങ്ങളിലും പീഡനങ്ങളിലുമെല്ലാം നിങ്ങൾ ഞങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ അയച്ചു വിടുമ്പോഴും ഞങ്ങൾ പതറുകയില്ല. വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് അല്ലാഹു തആല കെട്ടുറപ്പ് നൽകി, ശക്തി നൽകി. ഇദ് ഖാമൂ, അവര് എഴുന്നേറ്റ് നിന്ന് രാജാവിന്റെ ആളുകളുടെയും മുന്നിൽ അവർ വിചാരണക്ക് വിധേയമാകേണ്ടി വന്നപ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്ന് ആൺകുട്ടികളായിട്ട് അവര് പറയുകയാണ്, ഫഖാലൂ, അവര് പറയുകയാണ്, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്, ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രക്ഷിതാവായ അല്ലാഹുവാണ്. നിങ്ങളിപ്പോൾ ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ഈ പ്രകോപനങ്ങളിൽ വീണുപോയി ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ ഈ ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും ഒക്കെ പങ്കെടുത്ത് പോവുകയാണെങ്കിൽ ലഖദ് ഖുൽനാ ഇദൻ ശതതാ, അന്യായമായ വാക്കുകൾ പറയുന്നവരായി ഞങ്ങൾ മാറിപ്പോകും. ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എന്തു വന്നാലും അവർ ശക്തമായി വാദിക്കുകയാണ്, ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹാ, അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരു ഇലാഹിനെ ഇബാദത്ത് ചെയ്യുന്ന പരിപാടിയിലേക്ക് ഞങ്ങളില്ല. അവർക്ക് അല്ലാഹു തആല നൽകിയ ഈമാനിന്റെ ശക്തിയാണ് നമ്മൾ മനസ്സിലാക്കണം. ആ യുവാക്കൾ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന പാവപ്പെട്ട കക്ഷികൾ അല്ല. അന്നത്തെ ഭരണാധികാരികളിലെ മന്ത്രിമാരായ ആളുകളുടെ മക്കളാണ് ചിലർ. അതുപോലെ നാട്ടിൽ അറിയപ്പെട്ട വലിയ ധനാഢ്യരുടെയും അവർക്ക് ദുനിയാവിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ അവർക്ക് ഒരു കുറവുമില്ല. അങ്ങനെയുള്ള ആളുകളാണ് അവർ. പക്ഷേ അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കൊടുത്ത് ശക്തിപ്പെടുത്തുന്നത്. അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാർഗത്തിലേക്കുള്ള വഴി കൊടുക്കുന്നത്. നിങ്ങൾ നോക്കി, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്, അവരുടെ ഹൃദയത്തിന് നമ്മൾ ശക്തി നൽകി.
അവർ വലിയ സ്വാധീനമുള്ളവരായിരുന്നു, അവർക്ക് വലിയ അധികാരവും മറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കലും അവർക്ക് ദുനിയാവിന്റെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടായില്ല. എന്നാൽ ഈമാൻ സ്വീകരിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ വരുമ്പോൾ അവർക്ക് പലതും നഷ്ടപ്പെടും. വസബ്ബർനാഹും അലാ മുഖാലഫതി ഖൗമിഹിം വമദീനതിഹിം. അവരുടെ നാട്ടുകാരായ ആളുകൾ അവർക്കെതിരാണ്. ആ നാട്ടുകാരുമൊത്ത് എതിരാവുമ്പോ അവിടെ പിടിച്ചു നിൽക്കാൻ നല്ല ക്ഷമ വേണ്ടി വരും. നാട്ടുകാര് മൊത്തം എതിരാണ്, പിന്നെ എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും? നല്ല ക്ഷമ വേണം. അതുകൊണ്ട് വറബത്നാ അലാ ഖുലൂബിഹിം, ഹൃദയത്തിന് നല്ല ശക്തി നൽകി, കട്ടുറപ്പ് നൽകി. അതുപോലെ അവരുടെ ജീവിതം വമുഫാറഖതി മാ കാനൂ ഫീഹി മിനൽ ഐശി റഗീദി വസ്സആദതി വന്നിഅമ. അവർക്ക് വലിയ അനുഗ്രഹങ്ങളും അവരുടെ ജീവിത നിലവാരവും ഒക്കെ വലിയതായിരുന്നു. വലിയ കുടുംബത്തിൽ നിന്ന് വരുന്ന, പൈസക്കോ പണത്തിനോ അധികാരത്തിനോ ആസ്വാദനത്തിനോ ആഡംബരത്തിനോ ദുനിയാവിന്റെ ഒരു കാര്യത്തിനും ഒരു കുറവുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് അവർ വരുന്നത്. പക്ഷേ ഈ രൂപത്തിൽ അവർ ഈമാനിലേക്ക് വന്നപ്പോൾ അതൊക്കെ വിട്ടൊഴിയേണ്ടി വരുന്നു. അപ്പോൾ അവരുടെ ഹൃദയത്തിന് അല്ലാഹു തആല നല്ല കട്ടുറപ്പ് നൽകി. ഒരുപാട് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, അന്നഹും കാനൂ മിൻ അബ്നാഇ മുലൂകിർ റൂമി വസാദതിഹിം. അവര് വലിയ വലിയ രാജാക്കന്മാരുടെ മക്കളായിരുന്നു, അതുപോലെ വലിയ നേതാക്കന്മാരുടെ മക്കളായിരുന്നു. അവരാണ് ഈ ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കാതെ ആ നാട്ടിലുള്ള എല്ലാവരും വർഷത്തിൽ ഒരിക്കൽ ഒരുമിച്ച് കൂടിയിട്ട് നടക്കുന്ന വമ്പിച്ച ആഘോഷം. ഒരൊറ്റ കുട്ടി പോലും അതിൽ ഒഴിഞ്ഞു നിൽക്കൂല. ആ ദഖിയാനൂസ് എന്ന രാജാവ് നടത്തുന്ന ആ ആഘോഷത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന ഈ യുവാക്കൾ ചില്ലറക്കാരല്ല, വലിയ കുടുംബത്തിലെ വലിയ ആളുകൾ തന്നെയാണ്. പക്ഷേ അവർക്ക് അല്ലാഹു തആല ആ ധൈര്യം നൽകി. വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കട്ടുറപ്പ് നൽകി. അങ്ങനെയാണ് അവർ ഈ ഈമാനിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്നത്. ഈ 7 ആളുകളും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, വ്യത്യസ്തരായ കുടുംബത്തിൽ നിന്ന് നേരത്തെ പരസ്പരം അറിയുന്ന ആളുകളല്ല. നമ്മളിപ്പോ കാണുന്നത് പോലെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാ ഞാൻ ആടെ മരത്തിന്റെ ഹോട്ടലിൽ ഇഞ്ഞേടിയുള്ള എന്ന് ചോദിച്ചിട്ട് ഓരോരുത്തരെയും വിളിച്ചു വരുത്തിയിട്ട് ഔപചാരിക്കുന്ന യുവാക്കളല്ല. വ്യത്യസ്ത വീടുകളിൽ നിന്ന്, വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളാണ് അവരെ ഈ ഒരുമിച്ച് കൂട്ടിയത്. ഈമാൻ എന്ന ഘടകമാണ്. ശരിക്കും ഈ വയല് കേൾക്കേണ്ടത് ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കണം. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവർ യുവാക്കളാണ്. ആ യുവാക്കൾ അവർക്ക് അല്ലാഹു തആല ഈമാനും ഹിദായത്തും കൊടുത്തതാണ്. ഇന്ന് നമ്മുടെ യുവാക്കൾ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. താമരശ്ശേരിയിൽ നിന്ന് 10ാം ക്ലാസ്സുകാരനായ ഷാബാസ് എന്ന വിദ്യാർത്ഥിയെ തലക്കടിച്ച് കൊന്നുകളഞ്ഞില്ലേ സഹപാഠികളായ കുട്ടികൾ. ട്യൂഷൻ സെന്ററിൽ ഒരുമിച്ച് പഠിക്കുന്ന സഹപാഠികളായ കുട്ടികൾ നിസ്സാരമായ പ്രശ്നങ്ങൾ പറഞ്ഞ് പരസ്പരം തല്ലുകൂടിയിട്ട് 10ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടിയെ കൊന്നുകളഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയോട്ടി പൊട്ടി തകർന്നു പോയിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, സഹപാഠികളായ ചെറിയ കുട്ടികൾ കാട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങൾ. എന്നിട്ടോ അതിൽ യാതൊരു വിധത്തിലുമുള്ള
ഒരു പശ്ചാത്താപമോ അല്ലെങ്കിൽ ചെയ്തു പോയല്ലോ എന്ന ഖേദമോ ഇല്ലാതെ പിന്നീട് വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ പരസ്പരം മെസ്സേജ് വിടുകയാണ്. ഞാൻ ഓന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ചെന്ന് നോക്ക്, ഓന് കണ്ണ് വരെ ഇല്ല, ഞാൻ തലക്കടിച്ചത് ഞാനാണ് പിടിച്ച് തള്ളിയത് എന്നൊക്കെ പറഞ്ഞ് ചെയ്ത പ്രവർത്തനത്തിൽ വലിയ അഭിമാനം പറയുകയാണ്. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കട്ടെ. ഒരു ഉമ്മാക്ക് മകൻ നഷ്ടപ്പെട്ടു പോയി, ഒരു കുടുംബത്തിന് അത്താണിയാകേണ്ട ഒരു പൊന്നുമോൻ മരിച്ചുപോയി. നമ്മുടെയൊക്കെ കുട്ടികളുടെ എങ്ങോട്ടാണ് കുട്ടികളുടെ സഞ്ചാരം, എങ്ങോട്ടാണ്? വല്ലാതെ ബേജാർ, വല്ലാത്ത പ്രയാസം എല്ലാ രക്ഷിതാക്കളും അനുഭവിക്കുകയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചത്? 21 വയസ്സുകാരനായ ചെറുപ്പക്കാരനാണ് സ്വന്തം ഉമ്മാമയെ, ഉപ്പയുടെ ജ്യേഷ്ഠനെ, അവരുടെ ഭാര്യയെ, സ്വന്തം അനുജനെ, അതുപോലെ മറ്റൊരു പെൺകുട്ടിയെ സ്വന്തം ഉമ്മ മരിച്ചില്ല, ബാക്കി എല്ലാവരും മരിച്ചുപോയി. ഓന്റെ തലക്കടിയേറ്റ് നല്ല ഹാമർ കൊണ്ട് തലക്കടിച്ചിട്ട് ഓരോരുത്തരുടെയും തലയോട്ടി പിളർന്നുപോയി, കണ്ണുകൾ ഉള്ളിലേക്ക് തള്ളിപ്പോയി. സുബ്ഹാനല്ലാഹ്, കൊടും ക്രൂരത. എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ മനസ്സ് വരുന്നു? രണ്ടാളെ കൊന്നിട്ട് ഒന്നുകൂടി ശക്തി കിട്ടാന് ബാറിൽ പോയിട്ട് ഒരു കുപ്പി മദ്യപിച്ചിട്ടാണ് പിന്നെ അടുത്ത ആളെ കൊല്ലാൻ പോകുന്നത്. അല്ലാഹ്, നിങ്ങൾ നോക്ക്, ഏത് രൂപത്തിലാണ് നമ്മുടെ ചെറുപ്പക്കാർ സഞ്ചരിക്കുന്നത്. മയക്കുമരുന്നിന്റെ, അതുപോലെ മദ്യത്തിന്റെ വിതരണം, മയക്കുമരുന്ന്, MDMA വളരെ വ്യാപകമായി നമ്മുടെയൊക്കെ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അത് കിട്ടുകയാണ്. ചെറിയ മുട്ടായിലൂടെ, അതുപോലെ സിപ്പപ്പിലൂടെ, അതുപോലെ ചെറിയ ചെറിയ പൊടികൾ തരികളാക്കി ടൂറിന് പോകാന്ന് മറ്റൊരു സംഭവമുണ്ട്. സ്കൂളിൽ നിന്ന് ടൂറിന് പോകും. അപ്പൊ ടൂറിന് പോകുമ്പോൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ഇടകലർന്ന് നമ്മൾ ടൂറിനയക്കും. 500 റുപ്യല്ലേ ഉള്ളൂ, 1000 റുപ്യല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ടൂറിന് പറഞ്ഞേക്കും. പക്ഷേ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ മക്കൾ പോകുന്ന സ്ഥലങ്ങളിൽ ഏജന്റുമാർ കാത്തു നിൽക്കുകയാണ്. മയക്കുമരുന്നിന്റെ ചെറിയ പൊടികൾ വിതരണം ചെയ്യുന്ന ഏജന്റുമാർ കാത്തു നിൽക്കുകയാണ്, മൂക്കിൽ പെരട്ടി കൊടുക്കുകയാണ്. അപ്പൊ പിറ്റേ ദിവസം ആ ഏജന്റിനെ തേടി അങ്ങോട്ട് പോവുകയാണ് കുട്ടികൾ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു സാധനം ഇറക്കാൻ വേണ്ടി വന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വല്ലാത്ത പ്രയാസത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ മരണപ്പെട്ടുപോയി. നമുക്കൊക്കെ അറിയുന്ന ഒരു കേസാണത്. ആ മരണപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ആന്തരിക അവയവങ്ങൾ മുഴുവനും നശിച്ചു പോയിരിക്കുന്നു, കരിഞ്ഞു പോയിരിക്കുന്നു, കരളും കിഡ്നിയും എല്ലാം കരിഞ്ഞുപോയി. എന്താ? വർഷങ്ങളായി മയക്കുമരുന്നിന്റെ പിടിയിലമർന്ന് നിരന്തരമായി അത് ഉപയോഗിച്ച് ആന്തരിക അവയവങ്ങൾ മുഴുവനും ആ കുട്ടിയുടേത് നശിച്ചു പോയിരിക്കുന്നു. ആരാണ്? 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ 15 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടിയെ എങ്ങനെയാണ് ഇവർ വലയിൽ വീഴ്ത്തുന്നത്? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കണ്ണുകളിൽ നിന്ന് അകലുമ്പോ നമ്മുടെ മക്കളെയൊക്കെ റാഞ്ചി കൊണ്ടുപോകാൻ കഴുകന്മാർ വഴികളിൽ കാത്തിരിക്കുകയാണ്. എത്രയോ സ്ഥലങ്ങളിൽ, ബസ് സ്റ്റോപ്പുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ പലരും പഠനം നടത്തിയപ്പോ കല്യാണ വീടുകളിൽ അത്താഴൂട്ട് ഇങ്ങോട്ട് പറയും, കല്യാണത്തിന്റെ തലേന്ന് നടക്കുന്ന പരിപാടികളിൽ മയക്കുമരുന്ന് കുട്ടികൾ പരസ്പരം കൈമാറുകയാണ്. ആരും സംശയിക്കാത്ത ഇടങ്ങൾ, ആർമാദിക്കാനും ആഘോഷിക്കാനും തുള്ളിച്ചാടാനും കുട്ടികൾ ഒരുമിച്ച് കൂടുമ്പോൾ
അതിനിടയിലൂടെ മയക്കുമരുന്ന് നമ്മുടെ കുട്ടികളുടെ തൊള്ളയിലേക്ക്, ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുകയാണ്. കോഴിക്കോട് നഗരത്തിലെ ഇടവഴികളിലൂടെ നടക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഇടവഴികളിൽ പല സമയത്തും കണ്ട കാഴ്ച എന്താണ്? സിറിഞ്ചുകൾ, ധാരാളം സിറിഞ്ചുകൾ. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയിട്ട വേസ്റ്റ് അല്ല. പിന്നെയോ കോഴിക്കോട് നഗരത്തിലെ കോളേജുകളിലും ക്യാമ്പസുകളിലും ഒക്കെ പഠിക്കുന്ന യുവാക്കൾ ഉപയോഗിച്ച മയക്കുമരുന്ന്, ശരീരത്തിലേക്ക് കുത്തി നിറക്കാൻ ഉപയോഗിച്ച സിറിഞ്ചുകൾ ഇടവഴികളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. മയക്കുമരുന്ന്, കഞ്ചാവ് തുടങ്ങിയ കാര്യങ്ങൾ സുലഭമായി നമ്മുടെ ഇടയിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ അതിന് അടിമകളായി കൊണ്ടിരിക്കുകയാണ്. എന്ത് വേണം? നമ്മൾ വയല് വെച്ചാല്, ക്ലാസ് വെച്ചാല്, ഇനി വയല് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്താല് അതെല്ലാം കേൾക്കുന്നത് ആരാണ്? കേൾക്കുന്നത് പണ്ടേ കേൾക്കുന്ന ഈമാനും തഖ്വയും ഉള്ള നല്ല മനുഷ്യന്മാര് തന്നെ കേൾക്കും. കാരണം കേട്ടാൽ കൂലിയാണല്ലോ. ക്ലാസ്സിൽ ഇരുന്നാല് നല്ല പ്രതിഫലമാണല്ലോ. കേൾക്കേണ്ട ആളുകൾ ഇതൊന്നും കേൾക്കുന്നില്ല. എന്തുണ്ട് പരിഹാരമെന്ന് രക്ഷിതാക്കൾ അവരവർ ഇരുന്ന് ആലോചിച്ച് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ മക്കളെ എങ്ങനെ നമുക്ക് നന്നാക്കിയെടുക്കാൻ കഴിയും? നിങ്ങൾ നോക്ക്, ഈ ചരിത്രങ്ങളെല്ലാം അവരാണ് പഠിക്കേണ്ടത്. എന്തെല്ലാം ആക്രമണങ്ങളാണ് അവർ ഏറ്റുവാങ്ങേണ്ടി വന്നത്. വലിയ വലിയ ആളുകളായിരുന്നു ആ ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാരെ രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. ആളുകൾ അറിഞ്ഞു. ആഘോഷങ്ങളിൽ നിന്നും ആഹ്ലാദങ്ങളിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നെല്ലാം മാറി നിന്നിട്ട് കുറച്ച് യുവാക്കൾ അതാ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നുണ്ട്. ആ യുവാക്കളെ പറ്റിയുള്ള വിവരം രാജാവിന് ലഭിക്കുകയാണ്. അവരെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയാണ്. അവരെ വിളിപ്പിച്ചുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ നിലപാട്? നിങ്ങൾ എന്തേ ഇതിലൊന്നും പങ്കെടുക്കാത്തത്? അപ്പോൾ അവരതാ ആൺകുട്ടികളെ പോലെ എഴുന്നേറ്റു നിന്ന് പറയുകയാണ്. ആ കാര്യമാണ് ഖുർആൻ സൂറത്തുൽ കഹ്ഫിലെ ഈ ആയത്തിൽ പറയുന്നത്. വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് നല്ല കെട്ടുറപ്പ്, നല്ല ശക്തി നൽകി. ഇദ് ഖാമൂ ഫഖാലൂ, അവര് രാജാവിന്റെ മുന്നിൽ എഴുന്നേറ്റു നിന്നിട്ട് ആ ചെറുപ്പക്കാര് നല്ല ആൺകുട്ടികളായിട്ട് പറയുകയാണ്, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർളി, ആകാശങ്ങളെയും ഭൂമിയെയും സംരക്ഷിക്കുന്ന അവനാണ് ഞങ്ങളുടെ റബ്ബ്. അതല്ലാതെ ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹാ, വേറെ ഒരു ഇലാഹിനെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയില്ല. അപ്പോൾ അവിടെ സംവാദം നടക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അവരോട് ചോദിക്കുന്നു, അല്ല നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ ഇങ്ങനെയാണല്ലോ ജീവിച്ചത്. അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തിൽ നിന്ന് പലരും മാറിപ്പോയില്ലേ? മാറാത്ത ആളുകളെ രാജാവ് കൊന്നുകളഞ്ഞില്ലേ? മാറാത്ത ആളുകളെ പ്രലോഭിപ്പിച്ചും മറ്റും പീഡനങ്ങളിലൂടെയും അവരുടെ ആദർശത്തിൽ നിന്ന് രാജാവ് പിറകോട്ട് വലിച്ചില്ലേ? ആ നാട്ടിൽ ജീവിക്കണമെങ്കിൽ രാജാവ് വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കണമെന്ന അവസ്ഥ വന്നില്ലേ? അതുകൊണ്ട് അവരുടെ മാതാപിതാക്കളൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ? അവരെ സംബന്ധിച്ച് അവരോട്, ഈ കുട്ടികളോട്, യുവാക്കളോട് പറയുകയാണ്, നിങ്ങൾ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ ഇങ്ങനെയല്ലേ? അപ്പോൾ അവര് പറയുകയാണ്, هؤلاء قومنا اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا. നമ്മുടെ ജനങ്ങൾ അവർ അല്ലാഹുവിനെ അല്ലാതെ മറ്റുള്ള വസ്തുക്കളെ ആരാധ്യ വസ്തുക്കളായി സ്ഥാപിക്കുകയുണ്ടായി. എന്നാൽ അവർക്ക് വല്ല തെളിവുമുണ്ടോ? ലൗലാ യഅതൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, ഒരു വ്യക്തമായ തെളിവ് അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഫമൻ അസ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ, അല്ലാഹുവിന്റെ മേൽ ഇല്ല
ഇല്ലാത്ത കളവ് നിർമ്മിച്ചുണ്ടാക്കുന്ന ആളുകളെക്കാൾ വലിയ അക്രമി ആരാണ്? ഫമൻ അസ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ. അല്ലാഹുവിന്റെ മേൽ ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചുണ്ടാക്കുന്ന ആളുകളെക്കാൾ വലിയ അക്രമകാരികൾ വേറെ ആരാണ് ഉള്ളത്? അതുകൊണ്ട് മഹാന്മാരായ അമ്പിയാക്കൾ ലോകത്ത് പഠിപ്പിച്ച തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനായി വേറെ ആരുമില്ല. എന്നാൽ ഈ തൗഹീദ് പഠിപ്പിച്ച നബിമാർ കൃത്യമായത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരുടെ അനുയായികളായ പലരും കാലഘട്ടം കഴിയുമ്പോൾ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കി ആശയങ്ങളിൽ വെള്ളം ചേർത്തു. അതേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഏകദൈവ വിശ്വാസം കൃത്യമായി പറഞ്ഞു കൊടുത്ത നബിയാണ്. പക്ഷേ അവര് പിൽക്കാലത്ത് ഈസാ നബിയെ തന്നെ ഇലാഹാക്കി മാറ്റി. അങ്ങനെയുള്ള വിവരമില്ലാത്ത പരിപാടികൾക്ക് അവര് നേതൃത്വം കൊടുത്തു. എന്നാൽ അവരെല്ലാം കളവ് പടച്ചുണ്ടാക്കിയ ആളുകളാണ്. അല്ലാഹുവിന് മേൽ കളവ് പടച്ചുണ്ടാക്കിയവരാണ്. അവരെക്കാൾ വലിയ അക്രമകാരികൾ വേറെയുണ്ടോ? അതുകൊണ്ട് ഞങ്ങളെ അതിനൊന്നും കിട്ടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിൽ ഈമാൻ ഇട്ടു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവരോട് രാജാവ് പറയുകയാണ്, നിങ്ങളെ ദീൻ വെടിഞ്ഞുകൊണ്ട് നിങ്ങളിതാ എന്റെ ആശയത്തിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല, ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ അവര് ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖൽബിന് ശക്തി നൽകുകയാണ്. അവര് രാജാവിനെ ഈമാനിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. നിങ്ങളും രാജാതിരാജനായ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. നിങ്ങളെയും അല്ലാഹു തആലയാണ് പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നല്ലത് ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യലാണ്, ആ റബ്ബിലേക്ക് മടങ്ങലാണ്. സുബ്ഹാനല്ലാഹ്. രാജാവിന് അവര് ഉപദേശം കൊടുക്കുകയാണ്. പക്ഷേ രാജാവ് അത് അംഗീകരിക്കുന്നില്ല. രാജാവ് ഇവരെ പിന്തിരിപ്പിക്കുകയാണ്. ഇവരെ നേരെയാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ, രാജാവിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. പക്ഷേ അവരൊരു നിലക്കും ഈമാനിൽ നിന്ന് പിന്തിരിയുന്നില്ല. അവര് ഉറച്ചു നിൽക്കുകയാണ്. അവര് അല്ലാഹുവിനെ ഓർമ്മിച്ചു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹൃദയത്തിന് വലിയ ശക്തി നൽകി. മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിക്കുകയാണ്, അല്ലാഹുവിനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ആളുകൾ സുബ്ഹാനല്ലാഹ് അവർ പിന്നെ ദുനിയാവിന്റെ ഒരു പ്രലോഭനങ്ങളിലും വീണു പോവുകയില്ല. فذكروا الله على هدايته وشكروا لما أولاهم من نعمه ونعمته. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകിയതിൽ അവര് അല്ലാഹുവിനെ ശുക്ർ ചെയ്യുകയാണ്. ഏറ്റവും വലിയ നിഅമത്താണ് അല്ലാഹു അവർക്ക് നൽകി ഹിദായത്ത് നൽകിയത്. അതിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ثم هاموا على وجوههم قطعين إلى ربهم خائفين من قومهم. പക്ഷേ റബ്ബിലേക്ക് മനസ്സ് മുറിഞ്ഞു വീണ ആ മഹാന്മാർ അവരുടെ ജനങ്ങളെ പേടിക്കുകയാണ്. ആ ജനങ്ങൾ ഇവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കളയുമോ എന്ന പേടിയാണ് അവർക്കുള്ളത്. വേറെ ഒന്നുമില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ അവർക്ക് വേറെ ഒരു പേടിയുമില്ല. അവരെ ദീനിൽ നിന്ന് പിന്തിരിപ്പിച്ച് കളയുമോ എന്ന
എന്ന ഒരൊറ്റ പേടി മാത്രമാണ് അവർക്കുള്ളത്. സുബ്ഹാനല്ലാഹ്. രാജാവ് ഇവരെ വിളിപ്പിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ഓരോ ആളുകളെയും അതാ വിചാരണ നടത്തിയില്ലേ? എന്നിട്ട് അവർക്ക് ഓരോരുത്തർക്കും അതാ ശിക്ഷകൾ നൽകാനുള്ള തീരുമാനത്തിലാണ് രാജാവുള്ളത്. ഒരാളെ വിളിപ്പിച്ചു, അവരിൽ നിന്ന് 7 ആളുകളിൽ നിന്ന് ഒരാളെ വിളിപ്പിച്ചു. അദ്ദേഹം നല്ല രാജകീയമായ വസ്ത്രം ധരിച്ചിട്ടാണുള്ളത്, രാജകീയമായ പ്രൗഢിയിലാണുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അസ്ഹാബുൽ കഹ്ഫ് ഗുഹയിൽ അഭയം തേടിയ മഹാന്മാർ നാട്ടുകാരുടെ ഫിത്നകളെ ഭയന്ന് രാജാവിന്റെ ആക്രമണങ്ങളെ പേടിച്ചിട്ടല്ല, ഈമാനിൽ നിന്ന് തിരിച്ചു കളയോ എന്ന പേടിയിൽ ഗുഹയിലേക്ക് അഭയം തേടുന്ന സന്ദർഭമുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നു. എന്നാൽ അതിനു മുമ്പ് കൊട്ടാരത്തിൽ അവരെ വിളിപ്പിച്ച് അവരെ ചോദ്യം ചെയ്യുമ്പോ അവര് ഇതിൽ നിന്ന് പിന്തിരിയൂല, ഈമാനിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഉറച്ചു നിന്നപ്പോൾ ഇവര് വലിയ വലിയ കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടികളാണല്ലോ, യുവാക്കളാണല്ലോ, രാജകീയമായ പ്രൗഢിയിൽ വസ്ത്രം ധരിച്ച ആളുകളാണ്. അങ്ങനെ ഒരാളെ വിളിക്കുകയാണ്. ആദ്യമായി രാജാവ് ചെയ്തത് എന്താണ്? കുറെ പറഞ്ഞു നോക്കി, ഒന്നും പിന്തിരിയുന്ന ലക്ഷണമില്ല എന്ന് കണ്ടപ്പോ ഒന്നാമതായി ചെയ്തത് അയാളെ കുപ്പായം അഴിക്കൂന്നാ പറഞ്ഞു. ഇനി ആക്കി രാജകീയമായ കുപ്പായൊന്നും വേണ്ട. ഇവിടെ ഈ പ്രൗഢിയിലും പ്രതാപത്തിലും ദുനിയാവിന്റെ അലങ്കാരത്തിലും നിൽക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ കേൾക്കണം. അല്ല എങ്കിൽ ഇവിടെ നിൽക്കാൻ വിടൂല. കൊന്നുകളഞ്ഞില്ലേ കുറെ ആളുകളെ. ഇവര് യുവാക്കളാണ്, കുട്ടികളാണ്. അതുകൊണ്ട് ഇവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആദ്യമായി ചെയ്യാണ് ഒരാളെ വിളിച്ചിട്ട് അയാളുടെ അലങ്കാരമുള്ള രാജകീയമായ പ്രൗഢിയിലുള്ള ആ വസ്ത്രം അഴിച്ചു കളയുകയാണ്. എന്നാൽ അവര് ദുനിയാവ് നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ പിന്തിരിഞ്ഞോ? ഇല്ല. അതുകൊണ്ട് അല്ലാഹു ആമുഖമായി പറഞ്ഞു വെച്ചത് വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് അല്ലാഹു നല്ല കെട്ടുറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു നിലക്കും അവര് പിന്തിരിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും നല്ല ശക്തി അവർക്ക് നൽകിയിട്ടുണ്ട്. രാജാവാണെങ്കിൽ ഇതിനൊന്നും യാതൊരു മടിയുമില്ല. കാരണം അയാൾ ജനങ്ങളെ ഈമാനിലേക്ക്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിലേക്ക് ഏർപ്പെട്ട ആളുകളെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ പലരെയും കൊന്നുകളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരെയും കൊന്നുകളയാൻ രാജാവിന് വലിയ മടിയൊന്നുമില്ല. പക്ഷേ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ശക്തി നൽകി, ക്ഷമിക്കാനുള്ള ശേഷി നൽകി. ദുനിയാവ് നഷ്ടപ്പെടുമോ എന്ന പേടി അവർക്ക് ഉണ്ടായില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളാണവർ. ദുനിയാവിൽ നിന്നുള്ള താഴ്ന്ന ദുനിയാവിന്റെ ആഡംബരങ്ങൾ അവർക്കൊരു വിഷയമേ അല്ല. അവര് വലിയ കുടുംബത്തിൽ നിന്ന് വന്ന പണമുള്ള, പ്രതാപമുള്ള, അധികാരമുള്ള, നാട്ടിൽ സ്ഥാനമുള്ള, എല്ലാവരും അംഗീകരിക്കുന്ന ആളുകളുടെ മക്കളാണ്. അവരിങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ കൊട്ടാരത്തിൽ വെച്ച് പരസ്യമായിട്ട് തന്നെ അവരുടെ വസ്ത്രം അഴിക്കപ്പെടുമ്പോൾ അവർക്ക് പേടിയില്ല. അവർക്കൊരേ ഒരു പേടി മാത്രമേ ഉള്ളൂ. അതെന്താണ്? അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയേണ്ടി വരുമോ? ആ ഒരു പേടിയല്ലാതെ വേറെ ഒരു പേടിയും അവർക്കില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് ഞാനിവിടെ പറഞ്ഞല്ലോ, തല്ലഖുദ് ദുനിയാ വഖാഫുൽ ഫിതന. അവർ ദുനിയാവിനെ ത്വലാഖ് ചൊല്ലി. എന്താണ് കാരണം? ഇവിടെയുള്ള ഫിത്നകൾ ഭയന്നുകൊണ്ടാണ്, ദുനിയാവിലുള്ള ഫിത്നകൾ ഭയന്നുകൊണ്ടാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ഖൽബ് മാറിപ്പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ ദുനിയാവിനെ ത്വലാഖ് ചൊല്ലിയത്. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നല്ലോ,
ദുനിയാവിനെ പരിത്യജിച്ച് ജീവിക്കണം. ദുനിയാവിലുള്ള പലതും കണ്ടിട്ട് ആഖിറം നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇവിടെ ഒരുപക്ഷേ അധികാരം കിട്ടും, പണം കിട്ടും, എല്ലാം കിട്ടും, പക്ഷേ ആഖിറം നഷ്ടപ്പെട്ടു പോകും, ഈമാൻ ഊരപ്പെട്ടു പോകും എന്ന അവസ്ഥ വരുമ്പോൾ ഹൃദയത്തിന് ശക്തി വേണം, ഈമാനിന്റെ ശക്തി വേണം. അത് നൽകേണ്ടവൻ അല്ലാഹുവാണ്. ആ യുവാക്കൾക്ക് അല്ലാഹു തആല അത് നൽകി. അതുകൊണ്ടാണ് ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ മഹാന്മാരും ദുനിയാവിന് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി വരുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ വരുന്നു. അപ്പോൾ കാണുന്നത് എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈന്തപ്പന മരത്തിന്റെ ഓലയിൽ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ചുമലിൽ, അവിടുത്തെ ശരീരത്തിൽ ആ ഈന്തപ്പന ഓലയിൽ കിടന്നതിന്റെ അടയാളം പ്രകടമാണ്. നമ്മളിപ്പോൾ ദുനിയാവിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള കിടക്കയിൽ ബ്ലാങ്കറ്റ് പുതച്ച് കിടക്കുകയാണ്. നല്ല എയർ കണ്ടീഷൻ റൂമിൽ കിടക്കുകയാണ്. അന്തരീക്ഷം ചൂടേറുമ്പോൾ നമ്മളെ റൂം തണുക്കുകയാണ്. നമുക്ക് സുഖമാണ്, നിത്യസുഖമായ ജീവിതമാണ്, ആസ്വാദനമാണ്. നമ്മുടെ എല്ലാവരുടെയും നേതാവായ ലോകനായകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ നിലത്ത് ഓലപ്പായ ഈന്തപ്പനയുടെ പായയിൽ കിടന്ന് അതിന്റെ അടയാളം ശരീരത്തിൽ പ്രകടമായത് കണ്ടപ്പോൾ ഫബകാ ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തിനാ ഉമറേ നിങ്ങൾ കരയുന്നത്? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കിസ്റ, കൈസർ രാജാക്കന്മാര് അവരെയൊക്കെ ഞാൻ ഓർമ്മിച്ചു പോയി. അവർക്കൊക്കെ ദുനിയാവിൽ എത്ര കൊട്ടാരങ്ങളായിരുന്നു, എത്ര ആഡംബരങ്ങളായിരുന്നു. അവരൊക്കെ എത്രയാണ് ദുനിയാവിൽ സമ്പാദിച്ചിട്ടുള്ളത്. അങ്ങാണല്ലോ ലോകത്തിന്റെ നേതാവ്. അൻത റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്. ലോകം മുഴുവനും കിട്ടാനുള്ള അധികാരം അങ്ങേക്കുണ്ട്. പക്ഷേ കീറപ്പായിൽ കിടന്നിട്ട് അതിന്റെ അടയാളം ശരീരത്തിൽ പ്രകടമാകുന്ന അവസ്ഥയിലുള്ള ദരിദ്രനായ സ്ഥിതിയിലാണല്ലോ അങ്ങയെ കാണുന്നത്. ദുനിയാവിന്റെ പ്രൗഢിയില്ലാത്ത രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, ഉലൈക ഉജ്ജിലത് ലഹും ത്വയ്യിബാതുഹും ഫീ ഹയാതിഹിം അദ്ദുനിയാ. ആ രാജാക്കന്മാർക്കെല്ലാം അവരുടെ ദുനിയാവിലെ ജീവിതത്തിലെ സുഖാസ്വാദനങ്ങൾ, അവരുടെ ആഡംബരങ്ങൾ എല്ലാം ഇവിടെ തന്നെ നൽകപ്പെട്ടു പോയി. ونحن قوم أخرت لنا طيباتنا في الآخرة. നമ്മുടെ ആഡംബരങ്ങളും നമ്മുടെ ആസ്വാദനങ്ങളും നമ്മുടെ ദുനിയാവിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും നാളെ പരലോകത്തേക്ക് നീക്കി വെക്കപ്പെട്ടിരിക്കുന്നു. ഉമറേ, ദുനിയാവിന്റെ ആഡംബരങ്ങൾ നമുക്ക് വേണ്ട. അസ്ഹാബുൽ കഹ്ഫിൽപ്പെട്ട മഹാന്മാർ അവരെ രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ച് അവരുടെ രാജകീയമായ വസ്ത്രങ്ങൾ രാജാവ് അഴിച്ചു കളഞ്ഞു. നമ്മൾ ചിന്തിച്ചു നോക്കണം, ജനങ്ങളെ മുന്നിൽ വെച്ചിട്ട് എത്ര വലിയ ഇൻസൾട്ടാണ് നടത്തുന്നത്.
ആളുകളെ മുന്നിൽ വെച്ച്, രാജകൊട്ടാരത്തിൽ വെച്ച് പരസ്യമായ വിചാരണ. അവരുടെ പ്രൗഢമായ രാജകീയ വസ്ത്രങ്ങൾ അഴിച്ചു കളഞ്ഞു. പക്ഷേ അവര് പതറിയോ? ഇല്ല, അവര് പതറൂല. അവർക്ക് അല്ലാഹു തആല വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് അല്ലാഹു കെട്ടുറപ്പ് നൽകി. ഈ താഴ്ന്ന ദുനിയാവിലുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ചിന്തകൾ പോയില്ല. അവർ വരുന്നത് വലിയ കുടുംബത്തിൽ നിന്നാണ്, വലിയ ആസ്വാദനത്തിൽ നിന്നാണ്. പക്ഷേ അവർക്ക് ഈമാൻ ഖൽബിൽ ഉറച്ചു. അതുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാനാവില്ല. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ദുനിയാവിന്റെ സുബ്ഹാനല്ലാഹ്, ദുനിയാവിന്റെ ആഡംബരങ്ങൾക്കും ദുനിയാവിന്റെ ആസ്വാദനങ്ങൾക്കും വേണ്ടി ഈമാൻ പണയപ്പെടുത്തുന്ന, തഖ്വയിൽ നിന്ന് അകലുന്ന കാര്യങ്ങളാണല്ലോ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ തന്നെ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ തന്നെ ചില സാഹചര്യങ്ങൾ വരുമ്പോ നമുക്കതൊന്നും തടയാൻ കഴിയുന്നില്ല അല്ലേ? എന്തിന്റെ കുറവാണ്? ഈമാനിന്റെ കുറവാണ്. പരസ്യമായി എല്ലാ ജനങ്ങളുടെയും മുന്നിൽ വെച്ചിട്ട് അവരുടെ അധികാരം അങ്ങ് എടുത്തു കളഞ്ഞപ്പോ, അവരുടെ അഭിമാനത്തെ പിച്ച് ചീന്തിയപ്പോ അവര് ഈമാനിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. ചില ചെറുപ്പക്കാരോട് കല്യാണ വീടുകളിൽ ഉള്ള എല്ലാ തമ്മാടിത്തരത്തിനും കൂട്ടു നിൽക്കുമ്പോ ചില ചെറുപ്പക്കാരെ വിളിച്ചിട്ട്, നിങ്ങളൊന്നും അതിന് കൂട്ടു നിൽക്കറപ്പാ, ഈ കാണുന്ന കഞ്ചാവും മയക്കുമരുന്നൊക്കെ അടിച്ചിട്ട് തുള്ളുന്ന, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന ഈ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് നിങ്ങളൊന്നും കൂട്ടു നിൽക്കരുത് എന്ന് പറയുമ്പോ ചില ചെറുപ്പക്കാര് പറയാ, അതിപ്പോ അവരെല്ലാരും അങ്ങ് ഒത്തുകൂടുമ്പോ നമ്മൾ മാത്രം എങ്ങനെയാ മാറി നിൽക്കുക? നമ്മൾ മാത്രം എങ്ങനെയാ മാറി നിൽക്കുക? ആ മാറി നിൽക്കലിന്റെ പേരാണ് ഈമാൻ എന്നത്, തഖ്വ എന്നത്. ഇവരും ചെറുപ്പക്കാരാണ്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വറബത്നാ അലാ ഖുലൂബിഹിം. അവരും ചെറുപ്പക്കാരാണ്, അല്ലാഹുവിനെ വിശ്വസിച്ചതാണ്. അവരുടെ ഹൃദയത്തിന് അല്ലാഹു തആല നല്ല ശക്തി അങ്ങ് കൊടുത്തു. കാരണം ഇത്രയും വലിയ അപമാനം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോഴും അവർ ഈമാനിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ ജനങ്ങളെ, രണ്ടു കാര്യങ്ങളാണ് നിങ്ങളിൽ ഞാൻ പേടിക്കുന്നത്. ഒന്നെന്താണ്? തീരാത്ത ആഗ്രഹങ്ങളാണ്. നിങ്ങളെ നഫ്സിന്റെ ഇംഗിതം, ശരീരത്തിന്റെ ആഗ്രഹം, അതിനെ നിങ്ങൾ പിന്തുടരുന്നുണ്ടോ? ഈ രണ്ടു കാര്യങ്ങളാണ് നിങ്ങളിൽ ഞാൻ പേടിക്കുന്നതെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയാ. നമ്മൾ ആഖിറത്തിന്റെ മക്കളാകണം, നമ്മൾ ദുനിയാവിന്റെ മക്കളാകരുത്. സുബ്ഹാനല്ലാഹ്, ആഖിറം വരാനില്ലേ? ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്. ഇതാ ഇവിടെ ദുനിയാവ് ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ പ്രവർത്തിക്കേണ്ട സ്ഥലമാണ്, ഇവിടെ ഹിസാബ് ഇല്ലല്ലോ. വഇന്ന ഗദൻ ഹിസാബുൻ വലാ അമല. എന്നാൽ നാളെ പരലോകത്ത് ഇവിടെ നടന്നതിന്റെ ഒക്കെ ഹിസാബ് ഉണ്ടാകും, അവിടെ പിന്നെ അമല് ചെയ്യാൻ കഴിയില്ല. അക്സിറൂ മിനൽ അമലി ഫീ ഹാദൽ യൗം ഫഇന്നകും ലാ തഖ്ദിറൂന ഗദൻ അലൽ അമലി. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ഉപദേശമാണ്, ഓ യുവാക്കളെ, ഇവിടെ വെച്ച് നിങ്ങൾ ധാരാളം അമല് ചെയ്തോ. ഓ മുഅ്മിനീങ്ങളെ, ലാ തഖ്ദിറൂന ഗദൻ അലൽ അമലി. നാളെ അതേ
അവിടെ അമല് ചെയ്യാൻ കഴിയില്ല. ഖബറിലെത്തിയാൽ അവിടെ ഒരു അമലും ചെയ്യാൻ കഴിയില്ല. പരലോകത്ത് എത്തിയാൽ ഒരു അമലും ചെയ്യാൻ കഴിയില്ല. പോകട്ടെ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ഓരോ ആളുകളും ആഗ്രഹിച്ചു പോകും, കുറഞ്ഞ സമയം കൂടി തരുമോ, കുറച്ച് സമയം കൂടി തരുമോ. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള മുഅ്മിനീങ്ങളെ വിളിച്ചു പറയുകയാണ്, ഓ ഈമാനുള്ള ജനങ്ങളെ, നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളുടെ സമ്പാദ്യങ്ങളോ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയരുത് കേട്ടോ. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ളവരെ, ലാ തുൽഹികും അംവാലുകും, നിങ്ങളുടെ സമ്പത്തുകൾ, വലാ ഔലാദുകും, നിങ്ങളുടെ സന്താനങ്ങളും, അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർമ്മിക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കരുത് കേട്ടോ. അസ്ഹാബുൽ കഹ്ഫ്, ആ മഹാന്മാർ, അവർക്ക് സമ്പത്തുണ്ട്, കയ്യിൽ പണമുണ്ട്, ബാപ്പമാര് നല്ലോണം പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പൈസ അവരെ ദുനിയാവിന്റെ ചിന്തയിലേക്ക് കൊണ്ടുപോയില്ല. അവരുടെ കയ്യിലൊക്കെ ആവശ്യത്തിനുള്ള പണമുണ്ടായിരുന്നു, അവർക്ക് ജീവിക്കാനുള്ള പൈസയുണ്ടായിരുന്നു. പക്ഷേ ആ ചിന്തകളൊന്നും അവരെ ദുനിയാവിലേക്ക് കൊണ്ടുപോയില്ല. പരിശുദ്ധ ഖുർആൻ അതാണ് പറയുന്നത്, മുഅ്മിനീങ്ങളെ, നമ്മുടെ പണമോ നമ്മുടെ മക്കളോ നമ്മുടെ അധികാരങ്ങളോ ദുനിയാവിലേക്ക് നമ്മളെ കൊണ്ടുപോയി അല്ലാഹുവിനെ തൊട്ട് നമ്മളെ ചിന്ത തെറ്റിച്ച് കളയരുത് കേട്ടോ. മക്കൾക്കനുസരിച്ചുകൊണ്ട്, അല്ലെ നിങ്ങളെ പണത്തിനനുസരിച്ചുകൊണ്ട് അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചാൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവര് പരാജയപ്പെട്ടു പോയവരാണ്, അവര് പരാജയപ്പെട്ടു പോയവരാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് ചില ആളുകളില്ലേ, അവരുടെ വീടുകളിൽ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ നടത്തുമ്പോ ഈമാനും തഖ്വയുമുള്ളവർ അവരെ ഉപദേശിക്കുമ്പോ, നിങ്ങളൊന്നും ഇത് നടത്തേണ്ട ആളല്ലപ്പാ, നിങ്ങളൊന്നും ഇത് നടത്തരുത് എന്ന് പറയുമ്പോ, ഞാനല്ല ഉസ്താദേ, അത് മക്കളെ പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് അതിനെ നിസ്സാരവൽക്കരിച്ചിട്ട് തെറ്റുകുറ്റങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന രക്ഷിതാക്കളുണ്ടോ? അവരോടാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുനാഫിഖൂനിൽ 9-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഈമാനുള്ള ഉപ്പമാരെ, ഈമാനുള്ള ഉമ്മമാരെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും, നിങ്ങളുടെ കയ്യിലുള്ള പണമോ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ മക്കളോ, അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർമ്മിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയരുത് കേട്ടോ. ഞാൻ തന്നെ പല രക്ഷിതാക്കളോട് പറഞ്ഞു നോക്കിയിട്ടുണ്ട്, നിങ്ങളൊന്നും ഇങ്ങനെ ചെയ്യരുത്. നമ്മളെ ഉസ്താദുമാരെയും തങ്ങന്മാരെയും വലിയ വലിയ മഹാന്മാരെയൊക്കെ വലിയ നേതാക്കളെയൊക്കെ കൊണ്ടുവന്നിട്ട് കല്യാണമൊക്കെ നടത്തും. എന്നിട്ടോ നിക്കാഹിന് ഭയങ്കര ദുആ നടത്തും ആ തങ്ങൾ. പടച്ചോനെ, ഈ വീട്ടിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, ഈ കുടുംബത്തിനെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ. ബേ ഓർക്ക് ചോറും അൽസ്യവും അച്ചാറും എല്ലാം ഒഴിച്ചോടത്ത് ബേ ചോറും വെച്ച് എല്ലാരെയും അങ്ങ് എല്ലാരെയും അങ്ങ് പറഞ്ഞിട്ട് പിന്നെ ആടെ നടക്കുന്ന എന്താ, ആണും പെണ്ണും ബാക്കൽ വന്നിട്ട് മുട്ടിപ്പാട്ടും ചണ്ടപ്പാട്ടും കോലിക്കളിയും മറ്റുള്ള എല്ലാ തോന്നിവാസങ്ങളും നടത്തിയിട്ട് തുള്ളുകയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും. എന്നിട്ട് ഈ ബാപ്പാനോട് വെച്ചേ, നിങ്ങളൊന്നും ഇങ്ങനെ നടത്തരുത്,
നിങ്ങളൊന്നും ഇങ്ങനെ നടത്തരുന്ന് പറയുമ്പോ അത് ഞമ്മളല്ലപ്പാ, നമ്മളെ മക്കളെ പരിപാടിയാന്ന് പറയും. ചിലവര് പറയുന്നത് അത് പിയാപ്പിളാറെ പരിപാടിയാന്ന് പറയും. ഏത് മക്കളായാലും ഞാൻ പറയുന്നതല്ല, ഇത് കേട്ടിട്ട് എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ഇത് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. നിങ്ങളെ പൈസയോ നിങ്ങളെ സമ്പത്തോ നിങ്ങളെ മക്കളോ അല്ലാഹുവിനെ ഓർമ്മിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയരുത്. ഒരാള് കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ഉപ്പ തന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞ്, ഇനി ഒരു ലുങ്കിയോ ഒരു തോർത്തു എല്ലാം ഇങ്ങെടുത്തോ. എന്താ ഇപ്പൊ ഒരു ലുങ്കിയും തോർത്തു? അല്ല ഞാനിങ്ങ് പോന്നാന്ന്. എവിടെ പോന്നാ? ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ മക്ബറയിലോ ഉണ്ടാവും. എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് അറിയിച്ചാൽ മതി, ഞാൻ തിരിച്ചു വരുന്നു. പേടിക്കൊന്നും വേണ്ട, ഞാൻ തിരിച്ചു വരും. എല്ലാം കഴിഞ്ഞിട്ട് എന്താ ഇവിടെ ഭയങ്കര ബോക്സും സെറ്റും ചണ്ടിയും മണ്ടിയും എല്ലാം ഇറക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഇവിടെ കണക്കായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും അനുകൂലിക്കൂല. അതുകൊണ്ട് മംഗലം നടത്തുന്ന മക്കളല്ലേ, പൈസ ഉണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മളെ വാക്കിന് വിലയൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് മക്കളെല്ലാം നടത്തിക്കോട്ടെ, ആവശ്യമുള്ള എല്ലാം നടത്തിക്കോ, എനിക്ക് തടയാനാവില്ല. അതുകൊണ്ട് ഞാൻ ഇതിനില്ല, ഞാനിങ്ങ് ഇനി ഒരു ലുങ്കി ഒരു തോർത്തിങ് എടുത്ത് തന്നാ മതി എന്ന് പറയുന്നത്. ഇയാള് പോകാനൊരുങ്ങിയപ്പോ അൽഹംദുലില്ലാഹ് സ്വാഭാവികമായിട്ടും ഇറക്കിയ ലോറി തന്നെ എല്ലാ സാധനവും കയറ്റി വിട്ട്, ഇറക്കിയ ലോറി തന്നെ കയറ്റി വിട്ട്. നമ്മളെ കുടുംബത്തിൽ ഈ വഅദ് പറയുന്ന ഞാൻ തന്നെ പറയാം, ഇനിയിപ്പം പറയാണ്ട് നമ്മളെ കുടുംബത്തിൽ തന്നെ ഒരു കല്യാണത്തിന് നോക്കുമ്പോ ഈ സാധനങ്ങളെല്ലാം ബാക്കിയുള്ള കോനായിക്കൊണ്ടാച്ചു. ഞാൻ ചോദിച്ചു ഇതാരാ ഇതിന്റെ ആള്? അപ്പൊ ആരും അനങ്ങുന്നില്ല, കുട്ടികൾ ആരും അനങ്ങുന്നില്ല. എല്ലാവരും ഇങ്ങനെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും ആരും അനങ്ങും. ഇതാരാ ഇതിന്റെ ആള്? ഇപ്പം പറഞ്ഞോ. ആരാ ആള് നോക്കുമ്പോ അറിഞ്ഞുകൂടാത്ത ഏതല്ലോ 2-3 ആൾക്കാർ. ഞാൻ ചോദിച്ചു നിങ്ങളെ ഇതാരായി വിളിച്ചേ? ഓലും പറയുന്നില്ല. നിങ്ങളെ വൈശ്യത്തിരിയ ഓലിക്ക് നോക്കുമ്പോൾ 10,000 രൂപ കൊടുത്തിട്ട് ഓലെ വരുത്തിച്ചതാ. ഈ മുട്ടിപ്പാട്ടും മറ്റേ ചണ്ടയും കോലെല്ലാം കൊണ്ട് 5 മിനിറ്റിന്റെ ഉള്ളിൽ ഇത് എടുത്തിട്ട് ഇവിടുന്ന് പോയിക്കൊള്ളണം. ചോറ് വെച്ചിക്കാ. അൽഹംദുലില്ലാഹ് ചോറ് ലാഭായി, നിങ്ങൾക്ക് വെച്ച ചോറ് ലാഭായി. ഇനി പൈസ എത്ര വേണമെങ്കിൽ ഞാൻ തരാം, എടുത്തു വിട്ടോന്ന് പറഞ്ഞു. ഞമ്മക്ക് സ്വാധീനമുള്ള ഒരു കുടുംബമായതുകൊണ്ട് എന്റെ വാക്കിനെ പോലെ അംഗീകരിച്ച് അതെടുത്ത് കൊണ്ടുപോയി. ഇനി അഥവാ സ്വാധീനം ഇല്ലാത്തതോ, ഇനി സ്വാധീനമൊന്നും പറഞ്ഞുകൂടാ, സ്വന്തം പൊരുക്കാൻ ചിലപ്പോ മൊയിലാറ ഇഞ്ഞി പോടിന്റെ വൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങ് വരേണ്ടി വരും. പക്ഷെ ധൈര്യത്തിൽ അങ്ങ് പറഞ്ഞു നോക്കിയതാ, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് അവര് ആ സാധനം എല്ലാം എടുത്ത് കാറിൽ കയറ്റി പോയി. അപ്പൊ നമ്മൾ കുട്ടികളല്ലേ, മക്കളല്ലേ, അതൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിലോ അത് നടക്കും. പിന്നെയോ നമ്മൾ ഈ പറയുന്നതിന് ഒരു അർത്ഥം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനുള്ളവരോട് പറഞ്ഞത്, നിങ്ങൾ ഒരു തെറ്റ് കണ്ടാൽ അത് നിങ്ങളെ കുടുംബത്തിൽ, നമ്മളിപ്പോ പുറത്തുള്ള ആരെയും അല്ല വയല് പറഞ്ഞ, നമ്മളെ സ്വന്തം കുടുംബത്തിൽ തന്നെയാണ് ഏറ്റവും വലിയ വയല് നമ്മൾ പറയേണ്ടതും നടപ്പിൽ വരുത്തേണ്ടതും. നമ്മൾ ഒരു തെറ്റ് കണ്ടാൽ ആദ്യം നമ്മൾ നമ്മുടെ കൈ കൊണ്ടത് തടയണം. തന്റെ കൈ കൊണ്ട് തടയണം, എടുത്ത് ചാടിക്കളയണം, ഒഴിവാക്കണം. അതല്ല കൈ കൊണ്ട് തടയാൻ കഴിയൂലേ? ഫബിലിസാനിഹി, നാവ് കൊണ്ട് പറയണം, മക്കളെ ഇതിവിടെ പറ്റൂല, ഇത് നമുക്ക് ശരിയല്ല, നമ്മളെ പുരയിൽ ഇത് നടക്കൂല, ഇത് നമ്മൾ നടത്തേണ്ട സംഗതിയല്ല, ഇത് ദുനിയാവിന്റെ ആളുകളേതാണ്. നാവ് കൊണ്ട് പരമാവധി പറയണം. എന്നിട്ടും മക്കൾ കേൾക്കുന്നില്ലേ? ഓപ്ഷൻ അള്ളാന്റെ ഹബീബ് അടുത്ത ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്, ഫബി ഖൽബിഹി, പിന്നെ ഹൃദയം കൊണ്ട് പറയണം. ഹൃദയം കൊണ്ട് പറയലെങ്ങനെ? ഹൃദയം കൊണ്ട് വെറുക്കണം. എന്നിട്ട് അവിടെ നിൽക്കരുത്, പോണം. അവിടെ നമ്മൾ നിൽക്കരുത്. നമ്മൾ കൂട്ടുകാർ നമ്മൾ ചിലപ്പോ ഉപ്പമാരുടെ അടുത്ത് അവർ ഗൾഫിൽ നിന്ന് റിട്ടയർഡ് ആയി ഇപ്പം എല്ലാം പഴയതായി കുത്തിരിക്കുന്നതായിരിക്കും, പൈസ ഒന്നും ഉണ്ടാവില്ല, ഇതിനെല്ലാം മക്കളെ കയ്യിലാണ് ഉണ്ടാകുക. അപ്പൊ ഈ ഉപ്പാന്റെ വാക്കിന് യാതൊരു വിലയും അവര് കൽപ്പിക്കുന്നില്ല എങ്കിൽ അവിടുന്ന് പോകണം. അതാണ് അടുത്ത ആയത്തിൽ എനിക്ക് പറയാനുള്ളത്. അസ്ഹാബുൽ കഹ്ഫിന്റെ അടുത്ത ആയത്തിൽ പറയാനുള്ളത് അവര് നാട്ടിൽ നിന്ന് പോവുകയാണ് എന്നത്. അത് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാനുള്ള സമയമില്ല, നാളെ അതിലേക്കാണ് വരുന്നത്. അവര് നാട്ടിൽ നിന്ന് പോവുകയാണ്, അവർക്ക് അവിടെ നിൽക്കാൻ പറ്റൂല. ഇനി നിന്നാൽ കൊല്ലപ്പെടുമോ എന്ന പേടിയല്ല. രാജാവ് അവരെ കൊല്ലുന്നില്ല, അവരെ പരമാവധി ഇൻസൾട്ട് ചെയ്യുകയാണ്, അവരെ അഭിമാനം പിച്ച് ചീന്തുകയാണ്, അവരെ പരസ്യമായി അപമാനിക്കുകയാണ്. അവരെ കൊട്ടാരത്തിൽ വെച്ച് പരസ്യമായിട്ട് അവരെ രാജകീയമായ വസ്ത്രങ്ങളും അഴിച്ചു കളഞ്ഞു. അങ്ങനെയുള്ള പല ഇൻസൾട്ടും അവരെ നടത്തുകയാണ്.
വരികയാണ്. പക്ഷേ അത്ര വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും അവരതാ ഈമാനിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ ഈമാനാണ് ആധുനിക ലോകത്ത് രക്ഷിതാക്കൾക്ക് വേണ്ടത്. ഞാൻ വേറൊരു സ്ഥലത്ത് കല്യാണത്തിന് പോയി. ഞാനിങ്ങനെ പറയുമ്പോൾ പിന്നെ ഭയങ്കര സംഭവം നിങ്ങൾ വിചാരിക്കണ്ട, നമ്മൾ അനുഭവം പറയാണ്. ഒരു സ്ഥലത്ത് കല്യാണത്തിന് പോയപ്പോ കല്യാണത്തിന് ഒരാൾ വിളിച്ചതാ. അയാൾ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ 2 നാളെയും കൂട്ടിയിട്ട് വരണം. എന്തിനാ? അടിക്കാന്നല്ല, ബുർദ ചൊല്ലണം. നോക്കുമ്പോ വെറൈറ്റിയാണ്. ബുർദന്റെ സമയം മഗ്‌രിബിന് ശേഷം ഒന്നുമല്ല, പിന്നെ എപ്പോഴാ? ഒരു 4 മണിക്ക് തുടങ്ങിയിട്ട് 6 മണി വരെ ചിലപ്പോൾ ചൊല്ലേണ്ടി വരുന്ന വൈകുന്നേരം. ഇത് കല്യാണ വീട്ടിൽ ആ ഒരു സമയത്ത് ബുർദ ഒരു അനുയോജ്യമാണോ എന്ന് ചോദിച്ചു. അതെ പറഞ്ഞ അത് പിയാപ്പിള വരുന്ന സമയത്ത് നമുക്ക് ബുർദ ചൊല്ലണം. നിങ്ങളെ മൈക്കും സെറ്റും സാധനം എല്ലാം വേണം. അങ്ങനെ ഇവിടുന്ന് ഈ സാധനങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോയി അയാളെ വീട്ടിൽ ഫിറ്റ് ചെയ്തു. 4 മണിക്ക് നമ്മൾ ബുർദ അങ്ങ് തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു 4:45 5 മണിയായപ്പോൾ അതാ 2 ബസ്സും കുറെ കാറും പിയാപ്പിള വന്നു. എല്ലാ സാധനങ്ങളും ഉണ്ട്. മുട്ടിപ്പാട്ടും ചെണ്ടപ്പാട്ടും മറ്റേ ജിംകി തെർപ്പിക്കലും പൊട്ടാസും ബോംബും എല്ലാ സംവിധാനങ്ങളായിട്ട് ഒരു യുദ്ധത്തിന് വരുന്ന പോലത്തെ ഒരു ടീം പിയാപ്പിളുടെ ഒക്കെ വന്നിട്ടുണ്ട്. പോലെ വന്ന് ഇറങ്ങി റോട്ടിന്റെ അടുത്ത് ഇറങ്ങി നോക്കുമ്പോൾ ഇവിടുന്ന് നല്ല ബുർദയാണ് കേൾക്കുന്നത്. മൗലായ സല്ലി وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇങ്ങനെ മൗലൂദ് ബുർദ ഇങ്ങനെ കേൾക്കാണ്. അപ്പൊ അതിൽ നിന്ന് യുദ്ധത്തിന് വന്ന പിയാപ്പിളിന്റെ ഒക്കെ വന്ന 2-3 പ്രതിനിധികൾ ഇങ്ങ് വന്ന് 2-3 യുവാക്കൾ ഇങ്ങോട്ട് ഗേറ്റിന്റെ അടുത്ത് വന്നിട്ട് ഓലിക്കറിയില്ല ഈ പൊരക്കാരനെന്നും. ഓലിങ് വന്ന് പിന്നെ മൗലൂദ് ഒന്ന് നിർത്താൻ പറയും, ഞമ്മക്കിങ്ങ് വരണോ. കേട്ടാ വിചാരിക്കും വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച പാട്ടാറ്റാന്ന്. ആ മൗലൂദ് നിർത്താൻ പറയും, നമ്മക്ക് ഇങ്ങോട്ട് വരണോ. ഇയാളൊന്നും അനങ്ങിയില്ല ഈ പൊരക്കാരൻ. ഇയാൾ ആദ്യം എന്നോട് പറഞ്ഞിന്, ഉസ്താദേ ഞാന് നിർത്താൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാലേ ബുർദ നിർത്താവൂ. ബുർദ തീർന്നിക്കണ്ടേ പിന്നെ ഒന്നും കൂടി ചൊല്ലിയാൽ മതി. ഞാന് നിർത്താൻ പറഞ്ഞാലേ നിങ്ങൾ നിർത്താവൂ. അപ്പൊ അതിന്റെ സാധനം നമ്മളെ കയ്യിൽ തന്നെയല്ല, ഇപ്പൊ നമ്മളെ കയ്യിൽ തന്നെയല്ലേ ഇവിടെ. അതിന്റെ സൗണ്ടിന്റെ എല്ലാ സിസ്റ്റം നമ്മളെ കയ്യിന്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് വേറെ ആക്കൊന്നും ഓഫാക്കാനോ അല്ലെങ്കിൽ കുറക്കാനോ കൂട്ടാനൊന്നും പറ്റൂല. അതുകൊണ്ട് ഞാൻ നിർത്താൻ പറഞ്ഞാലേ നിർത്താം. ഓക്കെ, നിങ്ങൾ നിർത്താൻ പറഞ്ഞാൽ നമ്മൾ നിർത്തും. അങ്ങനെ ഒരു 1/2 മണിക്കൂർ ഇവർ 2-3 പ്രതിനിധികൾ വന്ന് അത് നിർത്ത് ഇയാളൊന്നും അനങ്ങിയില്ല. അങ്ങനെ ഈ പൊരക്കാരിൽപ്പെട്ട ഒരാളെന്നെ ഇതിലുണ്ടാവുമല്ലോ കുറച്ച് മറ്റേ അനുകൂലമുള്ള ആൾക്കാർ. ഓല് വന്നിട്ട് ഭയങ്കര സ്ട്രോങ്ങിൽ എന്നോട് പറഞ്ഞു, അല്ല മോലാർ നിങ്ങൾ കാണില്ല ഓലെത്ര നേരമായി വന്നിട്ട് നിൽക്കുന്നത്, നിങ്ങൾക്കൊന്ന് നിർത്തറോ ഇത്. ഞാൻ പറഞ്ഞു നിർത്താലോ. അതാ ആചാരതാ ഗൈറ്റിന്റെ മുകളിൽ നിൽക്കുന്ന ഈ പൊരക്കാരെ അയാളോട് വെയിറ്റ് പറഞ്ഞു. അയാളോട് വെയിറ്റ് നിർത്തട്ടെ എന്ന് ചോദിച്ചാൽ അയാൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ഉടനെ നിർത്തും. എനിക്ക് വേറെ പരിപാടി ഉണ്ട്, മഗ്‌രിബിന് ശേഷം വേഗം പോകാൻ വേണം. അയാൾ 6 മണി വരെ ചൊല്ലാൻ പറഞ്ഞോട്ടെ ഞാൻ ചൊല്ലുന്നത്. അതുകൊണ്ട് ഓറോട് വെയിറ്റ് പറഞ്ഞു. അങ്ങനെ 2-3 നാൾ ഇവിടെ വന്നവരെല്ലാം അങ്ങോട്ട് വിട്ടു. അയാൾ പറഞ്ഞു, എല്ലാ മനുഷ്യന്മാരും ഇത് എൻ്റെ പൊരയാ, എൻ്റെ പൊരയിൽ എന്ത് നടത്തണമെന്ന് ഞാൻ തീരുമാനിക്കും. എൻ്റെ പൊരയിൽ മൗലൂദ് ഞാൻ 6 മണിക്ക് നടത്തും, 4 മണിക്ക് നടത്തും. പിയാപ്പിള വരുന്നുണ്ടാ, പിയാപ്പിള നല്ലോണം മൗലൂദും കേട്ടിട്ട് കാര്യം വന്നോട്ടെ. ഇനി കാര്യം വരുന്നില്ലേ, വന്ന പോലെ പോട്ടെ, റോട്ടുമ്പോൾ ബ്ലോക്ക് ഒന്നും ഇല്ലാലോ, വന്ന പോലെ തിരിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. കല്യാണം പിയാപ്പിള വേറെയും കിട്ടും എന്ന് പറഞ്ഞു. ഇയാള് ഒരൊറ്റ നിർബന്ധം, ഈ കുട്ടികൾ അങ്ങൊന്നും ഇങ്ങൊന്നെല്ലാം വന്ന കുട്ടി എല്ലാ സാധനവും ഇങ്ങനെ പിടിച്ച് മുട്ടാനും കൊട്ടാനും പൊട്ടിക്കാനും എല്ലാം നിൽക്കാണ്. ഇയാൾ ഒരു വിട്ടുവീഴ്ച ഏകദേശം സമയം 6 മണിയോടടുത്തു. ഇയാൾക്കറിയാം ഇത് 6 മണി വരെ ഉണ്ടാവും ഈ പരിപാടികൾ. 6 മണിയോടടുത്ത് സമയം.
അങ്ങനെ ഈ നാട്ടുകാരും ആ നാട്ടുകാരും ഈ മുതിർന്ന ആൾക്കാരൊന്നും ഈ പിയാപ്പിളിൻ്റെയൊക്കെ പോരില്ലല്ലോ. ഞാനിപ്പോൾ അടുത്ത് ഒരു പിയാപ്പിളിൻ്റെയൊക്കെ പോയി നമ്മുടെ നാട്ടിൽ നിന്ന്. ആ പോകുമ്പോൾ ഞാൻ കുറേ വലിയ ആൾക്കാർക്ക് ചെറുങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തിട്ട് ഞാൻ മുന്നിലുണ്ടാവുന്നതുകൊണ്ട് ധൈര്യത്തിൽ പോരിന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറേ മുതിർന്ന നമ്മളെ മുസ്ലിം ജമാഅത്തിൻ്റെ ആൾക്കാരൊക്കെ വന്ന് അൽഹംദുലില്ലാഹ് മൗലൂദും ചൊല്ലിയിട്ട് പോയി. കുറേ വലിയ ആൾക്കാർ ഉണ്ടാവുമ്പോൾ കുട്ടികൾക്ക് അത്ര ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ ഇപ്പം എന്താ, കുട്ടികളെ പേടിച്ചിട്ട് വലിയ ആൾക്കാരൊന്നും പോന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകളെ അപ്പുറത്തെ ഇപ്പുറത്തെ നാട്ടുകാരെല്ലാം കൂടി മസ്ലഹത്താക്കി ഇത് നിർത്തുന്ന ആചാർ പറഞ്ഞു ഇത് നിർത്തുന്ന പരിപാടിയേ ഇല്ല. ഇത് കേട്ടുകൊണ്ട് കയറി വരിക, എന്നിട്ട് വെള്ളം കുടിക്കുക, എന്നിട്ട് അറിയപ്പോവുക, എന്നിട്ട് തിരിച്ചു പോവുക. അങ്ങനെ പിയാപ്പിള വന്ന് ഇരുന്ന് നമ്മള് മുർദ ചൊല്ലി സ്വീകരിച്ച് പിയാപ്പിള റൂമിൽ പോയി തിരിച്ച് വെള്ളം കുടിച്ച് എല്ലാവരും തിരിച്ചു പോയി ബുർദ കഴിഞ്ഞ് ദുആ ചെയ്തിട്ട് നമ്മളിങ്ങ് പോന്നു. ഇതിന്റെ പേരാണ് ഈമാൻ. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. കൊട്ടാരത്തിൽ വെച്ച് വസ്ത്രങ്ങൾ അഴിച്ചിട്ട് അപമാനിച്ചപ്പോൾ പോലും അവര് ഉറച്ചു നിന്ന് എഴുന്നേറ്റ് നിന്ന് ആൺകുട്ടികളെ പോലെ പറഞ്ഞു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. ഞങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, ഞങ്ങൾ രക്ഷിതാവായ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളുടെ ഈ പീഡനങ്ങളിലോ അപഹാസ്യങ്ങളിലോ ഒന്നും ഞങ്ങൾ പെടൂല. ഇന്ന് അതാണ് പലരെയും മുതിർന്ന ആളുകളെ പോലും ഇൻസൾട്ട് ചെയ്തിട്ട്, ഉസ്താദുമാരെ പോലും ഇൻസൾട്ട് ചെയ്തിട്ട് ഈ ദുനിയാവിന്റെ ആഡംബരങ്ങൾ ആസ്വാദനങ്ങൾ അത് ഭയങ്കര സംഭവമാണെന്ന് വരുത്തി തീർക്കുകയാണ്. അപ്പോൾ ഈമാനുള്ള ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് ഉറച്ചു നിൽക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് വിജയം. അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് വമൻ യഫഅൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലാത്ത രൂപത്തിലാണെങ്കിലോ പ്രവർത്തനമെങ്കിൽ അവര് പരാജയപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്. ഈ മഹാന്മാരായ ഔലിയാക്കൾ അവർക്ക് അല്ലാഹു തആല കൊടുത്ത ഈമാനിന്റെ കരുത്ത്, ആ കരുത്തിൽ അവർ ഉറച്ചു നിന്നു. പരിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത ആ മനക്കരുത്തും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവര് പിടിച്ചു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവര് ഒരു നിലക്കും പിന്തിരിയുന്നില്ല. രാജാവ് അവരെ ജീവിക്കാൻ അനുവദിക്കുന്നുണ്ട്, കൊന്നുകളയുന്നില്ല. എന്താണ്, അവര് ചിലപ്പോൾ പിന്തിരിഞ്ഞേക്കുമെന്ന പ്രതീക്ഷയിലാണ്. പല രൂപത്തിലും ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ വഴിക്ക് നിർത്താൻ, രാജാവിന്റെ വഴിക്ക് നിർത്താൻ രാജാവ് പല ശ്രമങ്ങളും നടത്തിയപ്പോൾ പോലും അവരാൺകുട്ടികളെ പോലെ പറഞ്ഞു ഞങ്ങളില്ല, ഞങ്ങളെങ്ങാനും നിങ്ങളെ പ്രലോഭനങ്ങളിൽ വീണുപോയാൽ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. അവരെ മാതാപിതാക്കളെ വെച്ചിട്ട് പറഞ്ഞു നോക്കി. നാട്ടുകാരും മൊത്തം ഇങ്ങനെയല്ലേ, എല്ലാരും ഇപ്പൊ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു അവര് ചെയ്യുന്നതിനൊന്നും അടിസ്ഥാനമില്ല. ലൗലാ യഅതൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ. അവര് ചെയ്യുന്നതാണ് ശരിയെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരണം. ഒരു തെളിവും അവർക്കില്ല. അതുകൊണ്ട് റബ്ബിന്റെ മേൽ കളവ് പടച്ചുണ്ടാക്കേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്. ആ മഹാന്മാരായ ആളുകൾ അതേ ദുനിയാവിനെ വിട്ട് ആഖിറം വാങ്ങാൻ വേണ്ടി പോവുകയാണ്, ഗുഹയിലേക്ക് പോവുകയാണ്. അവരാ നാട്ടിൽ നിന്ന് പോവുകയാണ്. പേടിച്ചിട്ട് പോകുന്നതല്ല, ഈമാൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഹിജ്റയാണ്. ആ ഹിജ്റ ലോക ചരിത്രത്തിൽ എമ്പാടും നടന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹിജ്റയുണ്ട്. ആ ഹിജ്റയാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ഹിജ്റയേക്കാൾ വലുത്. ഏതായാലും അതൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയാം. അവരുടെ അത്ഭുതകരമായ യാത്രയും ഗുഹയിൽ അവരെത്തുന്നതും അവിടെ വെച്ച് ദുആ ചെയ്യുന്നതും അവിടെയുള്ള അവരുടെ ജീവിതവും ആളുകൾ അവരെ കാണുന്നതും എങ്ങനെ അത്ഭുതകരമായ ചരിത്രങ്ങളിലേക്ക് നമുക്ക് കടക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ഇന്ന് റമളാൻ 10, ഇന്നത്തെ ദിവസം റഹ്മത്തിന്റെ 10 അവസാനിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്. നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു തരണേ അല്ലാഹ്. ഇന്ന് മഹദിയായ ബീവി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ മഹദി അവരുടെ ആണ്ട് നടക്കുന്ന ദിവസമാണ് റമളാൻ 10. അല്ലാഹുവേ, ആ മഹദിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഉംറക്ക് പോയപ്പോഴല്ലേ ആ മഹദിയുടെ മഹത്വം ശരിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സുബ്ഹാന ജല്ല ജലാലുഹു, ജന്നത്തുൽ മുഅല്ലയിലെ രാജ്ഞിയായി കിടക്കുന്ന മഹദിയായ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. അൽഹംദുലില്ലാ, നിങ്ങളുടെ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് കഴിഞ്ഞ റബീഉൽ ആഖിർ മാസം ഉംറക്ക് പോയപ്പോൾ ആ പരിശുദ്ധമായ ജന്നത്തുൽ മുഅല്ലയിൽ കടന്ന് ഖദീജ ബീവിയുടെ അടുത്ത് പോയി സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞു. ആ മണ്ണിനെന്തൊരു പരിമളമാണ്. അവിടെയുള്ള അല്പം മണ്ണ് എടുത്തിട്ട് ഞാൻ വാസനിച്ചു നോക്കിയിട്ടുണ്ട്. നല്ല സുഗന്ധമുള്ള മണ്ണാണ്. പല വഅലുകളിലും പല ചരിത്രങ്ങളിലും അത് കേട്ടതാണല്ലോ. അതേ, ആ മണ്ണ് കൈകൊണ്ടെടുത്ത് വാസനിച്ചു നോക്കിയപ്പോ പരിമളമാണ്, സുഗന്ധപൂർണമായ മണ്ണ്. അല്ലാഹുവേ, ഇനിയും ഒരുപാട് തവണ അവിടെ പോകാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരു തവണ പോയി, പിന്നെയും പോകണമെന്ന ആഗ്രഹത്തിൽ രണ്ടാമത്തെ ദിവസം പിന്നെയും പോയപ്പോ അവിടെ ഗേറ്റ് അടച്ചുപോയി. അതിന്റെ പട്ടാളക്കാരൻ, പോലീസ് അത് തുറക്കുന്നില്ല. കുറേ ആളോട് സംസാരിച്ചു നോക്കി, തുറക്കുന്നില്ല. പെട്ടെന്ന് ഭാഗ്യത്തിന് ഒരു സൗദിയായ ഇതിൽപ്പെട്ട ഉദ്യോഗസ്ഥനോ മറ്റാരോ എന്നറിയില്ല അങ്ങോട്ട് കടന്നു വന്നപ്പോൾ അയാൾക്ക് വേണ്ടി ഗേറ്റ് തുറന്നു കൊടുത്തു. അപ്പം നമ്മളെ കൂട്ടത്തിലുള്ള ഷഫീഖ് ഉസ്താദ്, എനിക്ക് അങ്ങനെ അറബികളെ ഭാഷയിൽ സംസാരിക്കാൻ അറിയില്ല. അയാൾ നല്ല സ്ഫുടമായിട്ട് സംസാരിക്കും. അയാൾ സംസാരിച്ചു. അയാൾ പറഞ്ഞു, ഇപ്പൊ കയറിപ്പോയതാരാ എന്ന് ചോദിച്ചു പോലീസ്. അത് സൗദിയാണ്. അപ്പോൾ ഷഫീഖ് ഉസ്താദ് പറഞ്ഞു, ലാ ഫർഖ ബൈന സഊദി വൽ ഹിന്ദി, ലാ ഫർഖ ബൈനൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല. ഇന്ത്യക്കാരനെന്നോ സൗദിക്കാരനെന്നോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. ബുർദയിലെ ബൈത്തൊക്കെ അങ്ങ് ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബികളുടെയും അനർബികളുടെയും നേതാവാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്ത് തീരെ ശരിയായിക്കില്ല. അപ്പോൾ സിറിയയിൽ നിന്നുള്ള ഒരു സിറിയൻ പൗരനും ഞങ്ങളുടെ കൂടെയുണ്ട്. പരിചയപ്പെട്ടതാണ് അവിടെ വെച്ച്. അദ്ദേഹം നല്ല മുത്തഖിയായ ഒരു മുഹിബ്ബുർ റസൂൽ, ഒരു ആശിഖുർ റസൂൽ. കണ്ടാൽ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ശരീരവും അദ്ദേഹത്തിന്റെ മുഖവും കണ്ടാൽ തന്നെ ആകർഷിച്ചു. അത്രയും നല്ല ഈമാനുള്ള ഒരു സിറിയൻ, നല്ല സുന്നിയായ ഒരു ചെറുപ്പക്കാരൻ, യുവാവ്, എന്നെക്കാളൊക്കെ പ്രായം കുറഞ്ഞ ആൾ. ആ മനുഷ്യനും നമ്മളെ കൂടെയുണ്ട്. അദ്ദേഹം വല്ലാതെ ആഗ്രഹിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് ഖദീജ ബീവിന്റെ അടുത്ത് പോകണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മണിക്കൂറുകളോളായി ഞാനിവിടെ കാത്തു നിൽക്കുന്നത്. പക്ഷെ ഇയാൾ തുറക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ രണ്ടാളും അവിടെ എത്തിയത്. ഈ പട്ടാളക്കാരനോട് സംസാരിച്ച് ഭാഗ്യത്തിന് അള്ളാഹു ഒരു സൗദി അതിന്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടത്. അപ്പോൾ ഈ സിറിയക്കാരനും പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ശരിയായില്ല. അയാളെ നിങ്ങൾ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെയും കടത്തി വിടണം. നമ്മൾ സിറിയയിലാണ്, നമ്മൾ മക്കാരല്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഡോറ് തുറക്കാതിരിക്കാൻ പറ്റൂല. അങ്ങനെ ഈ പോലീസുകാരൻ കീഴടങ്ങി, നിങ്ങൾ പൊരുത്തപ്പെട്ടേക്ക്, എൻ്റെ അടുത്ത് അബദ്ധം പറ്റിപ്പോയി, നിങ്ങൾ മൂന്നാളും കയറിക്കോന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ മൂന്നാളെ
മൂന്നാളെയും കയറ്റിയിട്ട് ഗേറ്റ് അടച്ചു. ആ സമയത്ത് അൽഹംദുലില്ലാഹ് അവിടെ പോയി ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ ചാരത്തുനിന്ന് ഈ സിറിയൻ പൗരനെ കൊണ്ട് ഞങ്ങൾ ദുആ ചെയ്യിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആ ദുആ ഖദീജ ബീവിയുടെ വർണ്ണനകൾ പറഞ്ഞ് ഇസ്തിഗാസ ചെയ്ത് തവസ്സുൽ ചെയ്ത് നമ്മൾ വിചാരിക്കും ഈ മുജാഹിദുകളും ജമാഅത്തുകാരെല്ലാം പറയും ഈ പിന്നെ മഖബറെ പോക്കും ദ്വാരക്കലൊക്കെ ഈ കേരളത്തിൽ ഇവിടെ ഉള്ളൂ. അങ്ങൊന്നും അതില്ല. ലോകത്തെ എല്ലായിടത്തും ഉണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈമാനുള്ള ആളുകൾ മദീനയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു മലേഷ്യക്കാരനായ ഒരു സഹോദരൻ എൻ്റെ താടിയിൽ കെട്ട് എന്നോട് ചോദിക്കാം, നിങ്ങള് സുന്നിയാണോ വഹാബിയാണോ? അയാൾ എന്നോട് ഞാൻ പറഞ്ഞു സുന്നിയാണ്. അപ്പൊ എന്നിട്ട് അയാൾക്ക് സുന്നിയാണെന്ന് പറഞ്ഞാൽ സുന്നിയാന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിച്ചു കൊടുത്ത് നമ്മൾ ആദർശം ചെറിയ രൂപത്തിൽ അങ്ങ് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് 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 ഇവിടെയെല്ലാം കുറേ വഹാബികളാണ് ഉള്ളത്, നമ്മൾ അതിൽ പെട്ടുപോകാൻ പാടില്ല എന്ന് അയാൾ ഇങ്ങോട്ട് പറയാം. അപ്പൊ ലോകത്ത് എല്ലായിടത്തും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ ഉണ്ട്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളെയും പണ്ഡിതന്മാരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എവിടെ എത്തിയാലും അവരെ മനസ്സിനെ ഒരുമിപ്പിച്ചു കൊടുക്കുന്ന നമ്മൾ പറഞ്ഞില്ലേ. അസ്ഹാബുൽ കഹ്ഫ് വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്ത കുടുംബത്തിൽ നിന്ന് വന്ന ആളുകളാണ്. എന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരുമിച്ച് കൂട്ടിയത് എന്താ? ഈമാൻ എന്ന ഘടകമാണ്. അൽഹംദുലില്ലാഹ് അവിടെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ ആ സവിധത്തിലെത്തിയിട്ട് ചൊല്ലിയ ആ ബൈത്ത് അത് ചൊല്ലിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബറക്കത്ത് ആ സിയാറത്തിൽ തന്നു. ആ അദ്ദേഹത്തിന്റെ ദുആഇന്റെ ബറക്കത്ത് അൽഹംദുലില്ലാഹ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. വലിയ ബറക്കത്ത്, ഒരുപാട് കാര്യങ്ങൾ റാഹത്തായി കിട്ടാനൊക്കെ കഴിഞ്ഞു. ഖദീജ ബീവിയുടെ മഹത്വം അത്രയും വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ.